നമസ്കാരം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലെ ട്രേഡർമാരാകെ ഒരു കൺഫ്യൂഷനിലാണ്. കാരണം ഒരു വശത്ത് നോക്കിയാൽ ലോകം മൊത്തം പ്രശ്നങ്ങളാണ്, യുദ്ധഭീതിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ താഴെ വീഴും എന്ന് തോന്നും. പക്ഷെ മറുവശത്ത് നമ്മുടെ മാർക്കറ്റ് ഇതൊന്നും അറിഞ്ഞ ഭാവം പോലുമില്ലാതെ പിടിച്ചു നിൽക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിക്കണം? ഈ വാർത്തകളെയോ അതോ മാർക്കറ്റിലെ നമ്പറുകളെയോ? ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നമുക്ക് മുതലെടുക്കാം, എങ്ങനെ നല്ല ട്രേഡുകൾ കണ്ടെത്താമെന്ന് നോക്കാം. ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ശരിക്കും മനസ്സിലാക്കാനും ഒരു നല്ല ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കാനും നമ്മൾ 4 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമതായി, മാർക്കറ്റിലെ ഈ 2 തട്ടിലുള്ള കഥ. പിന്നെ ആരാണിതിന് പിന്നിൽ കളിക്കുന്നത്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗെയിം പ്ലാൻ എന്താണ്. മൂന്നാമതായി, നമ്മൾ കൃത്യമായി ട്രേഡ് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്. അവസാനം, ഈ ചാഞ്ചാട്ടം നിറഞ്ഞ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനുള്ള കുറച്ച് റൂൾസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ മാർക്കറ്റിനെ ഒരേ സമയം മുകളിലേക്കും താഴേക്കും വലിക്കുന്ന ഈ 2 ശക്തികൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഒരു വശത്ത് നോക്കിയാൽ ഗ്ലോബൽ സാഹചര്യം വളരെ മോശമാണ്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ക്രൂഡ് ഓയിലിന്റെ വില $111 കടന്ന് മുകളിലേക്ക് കുതിക്കുന്നു. പോരാത്തതിന് അമേരിക്കൻ യുദ്ധക്കപ്പലുകളൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇതൊക്കെ കേട്ടാൽ മാർക്കറ്റ് വലിയൊരു വീഴ്ച കാണിക്കേണ്ടതാണ്. പക്ഷെ മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. ശരിക്കും എന്താണ് ഈ മാർക്കറ്റിനെ താഴെ വീഴാതിങ്ങനെ താങ്ങി നിർത്തുന്നത്? ആരാണിതിന് പിന്നിൽ? ശരി, ഇനി നമുക്ക് തിരശ്ശീലയ്ക്ക് പിന്നിൽ ആരാണെന്ന് നോക്കിയാലോ? ആരാണ് ഈ കളി കളിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നേയുള്ളൂ: DIIകൾ. അതായത് നമ്മുടെ സ്വന്തം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ പോലെയുള്ള നമ്മുടെ ആഭ്യന്തര സ്ഥാപനങ്ങൾ വൻതോതിൽ പണമിറക്കി മാർക്കറ്റ് താഴെ പോവാതെ നോക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. അവരിങ്ങനെ വാങ്ങിക്കൂട്ടുന്നത് മാർക്കറ്റിൽ ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഇതിന്റെ യഥാർത്ഥ കാരണം വേറെയാണ്. സാമ്പത്തിക വർഷാവസാനം വരാൻ പോവല്ലേ, അപ്പോൾ അവരുടെ ബുക്കുകളൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ പോർട്ട്ഫോളിയോ നല്ല ലാഭത്തിൽ കാണിക്കണം. അതിനുവേണ്ടി മാർക്കറ്റ് താഴെ പോവാതെ നോക്കുന്ന ഒരു തരം അഡ്ജസ്റ്റ്മെന്റ്, ഇതിനെയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഈ ടേബിള് നോക്കിയാൽ സംഭവം ക്ലിയറാകും. ഒരു വശത്ത് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡർമാർ. നമ്മൾ ഈ വാർത്തയൊക്കെ കണ്ട് മാർക്കറ്റ് ഇടിയുമെന്ന് വിചാരിച്ച് ഷോർട്ട് സെൽ ചെയ്യുന്നു. മറുവശത്ത് DIIകൾ. അവരുടെ വർഷാവസാനത്തെ കണക്കുകൾ ശരിയാക്കാൻ വേണ്ടി എന്ത് വില കൊടുത്തും മാർക്കറ്റിനെ താങ്ങി നിർത്താൻ നോക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നതെന്താ? നമ്മൾ റീറ്റെയിൽ ട്രേഡർമാർ വലിയ കളിക്കാരുടെ കെണിയിൽപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ന്യൂസ് ചാനലിലെ തലക്കെട്ടുകൾ നോക്കി ട്രേഡ് ചെയ്യുന്നത് നിർത്തുക. പകരം കണക്കുകൾ നോക്കുക. ഈ വലിയ കളിക്കാർ എവിടെയാണ് വാങ്ങുന്നത്, എവിടെയാണ് വിൽക്കുന്നത് എന്ന് ആ ലെവലുകൾ നോക്കി നമ്മൾ ട്രേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നിഫ്റ്റി 50യുടെ നമ്പറുകളിലേക്ക് കടക്കാം. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ലെവലുകളെന്ന് നോക്കാം. മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇതാണ് നിങ്ങളുടെ പ്ലാൻ. ഒരു കാരണവശാലും ചാടിക്കേറി വാങ്ങരുത്. നിഫ്റ്റി 23,370 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് എങ്കിലും ക്ലോസ് ചെയ്താൽ മാത്രം ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങാൻ തുടങ്ങുക. അത് കഴിഞ്ഞ് 23,445 മുകളിൽ പോയാൽ കുറച്ചുകൂടി വാങ്ങാം. 23,500 കടന്നാൽ മാത്രം നിങ്ങൾക്ക് ഫുൾ ക്വാണ്ടിറ്റിയിൽ ധൈര്യമായി വാങ്ങാം. ഇനി താഴോട്ടു വന്നാൽ ഈ ഒരു ഒറ്റ നമ്പർ മനസ്സിൽ വെച്ചാൽ മതി: 22,980. ഇത് നിഫ്റ്റിയുടെ ഒരു ഡു ഓർ ഡൈ ലെവലാണ്. ഒരു കാരണവശാലും ഇതിന് താഴെ മാർക്കറ്റ് പോകാൻ പാടില്ല. അഥവാ പോയാൽ അതൊരു വലിയ വീഴ്ചയുടെ സൂചനയായിരിക്കും. ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റുലേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെൻസെക്സിലേക്ക് വരാം. അവിടെയും ഏകദേശം ഇതേപോലൊരു ചിത്രമാണ് കാണാൻ കഴിയുന്നത്. സെൻസെക്സിൽ നമ്മൾ വാങ്ങാൻ നോക്കേണ്ട ഗ്രീൻ സിഗ്നൽ വരുന്നത് 75,300ലാണ്. ഈ ലെവലിന് മുകളിൽ മാർക്കറ്റ് സ്റ്റേബിളായി നിന്നാൽ മാത്രം ലോങ് പൊസിഷനുകളെക്കുറിച്ച് ആലോചിക്കുക. ഇതാണ് അവസാനത്തെ കോട്ട, 75,000. ഇത് ടെക്നിക്കലി മാത്രമല്ല, സൈക്കോളജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റൗണ്ട് നമ്പറാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ പിന്നെ താഴേക്ക് കാര്യമായ സപ്പോർട്ടുകളൊന്നുമില്ല. വലിയൊരു വീഴ്ച പ്രതീക്ഷിക്കാം. ശരി, അപ്പോൾ ഈ ലെവലുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ ചാഞ്ചാട്ടം നിറഞ്ഞ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് നിയമങ്ങൾ കൂടി വേണം.
ഈ ആഴ്ച 2 പ്രധാനപ്പെട്ട റിസ്കുകളുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തേത്, ഹോളിഡേ ഉള്ളതുകൊണ്ട് ട്രേഡിംഗ് ദിവസങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഓപ്ഷൻ പ്രീമിയം വളരെ വേഗത്തിൽ കുറയും. അപ്പോൾ ഓപ്ഷൻ വാങ്ങുന്നവർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, വീക്കെൻഡ് ഗ്യാപ്പ് റിസ്ക് ആണ്. ശനി ഞായർ ദിവസങ്ങളിൽ എന്തെങ്കിലും മോശം വാർത്ത വന്നാൽ തിങ്കളാഴ്ച മാർക്കറ്റ് വലിയ ഗ്യാപ്പ് ഡൗണിൽ തുറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കാശ് സേഫ് ആക്കാൻ ഈ 3 നിയമങ്ങൾ നിർബന്ധമായും പാലിക്കുക. ഒന്നാമതായി, നിങ്ങളുടെ സാധാരണ ട്രേഡിംഗ് സൈസ് പകുതിയായി കുറയ്ക്കുക. രണ്ടാമതായി, നമ്മൾ നേരത്തെ പറഞ്ഞ ലെവലുകൾ വരുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുക. ഇടയ്ക്ക് കയറി ഒന്നും ചെയ്യരുത്. മൂന്നാമത്തേത്, ഏത് ട്രേഡ് എടുക്കുന്നതിനു മുമ്പും ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ആ ലെവലിന് മുകളിലോ താഴെയോ ക്ലോസ് ചെയ്യാൻ കാത്തിരിക്കുക. അപ്പോ ഈ ആഴ്ചയിലെ നമ്മുടെ പ്രധാന മന്ത്രം ഇതാണ്: ടിവിയിലെ വാർത്തകൾ കേട്ടല്ല, ചാർട്ടിലെ ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാര്യം, അല്ലാതെ വാർത്തകൾ എന്തു പറയുന്നു എന്നതിലല്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ നമ്പറുകളെ ആശ്രയിച്ചായിരിക്കണം, തലക്കെട്ടുകളെയല്ല.